Hello, dear students. I hope you all are fine. Yesterday, we discussed chapter 62, and that was on how to create effective conversations. Actually, it was a practical session more than a written session. How to create conversations effectively. നമ്മൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അഗ്രി ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ഫേസ് ഓഫ് ദ പേഴ്സൺ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ടിപ്സ് ആയിരുന്നു ഇന്നലെ നമ്മൾ ഡീൽ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിലോട്ട് പോവുകയാണ്. ചാപ്റ്റർ 63 ഈസ് ജോൺ ദെയർ പ്ലീസ്. സി, നമ്മൾ ഈ ഒരു ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടെലിഫോണിക് കോൺവെർസേഷൻ. നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കുറച്ച് എറ്റിക്വിറ്റീസ് ഉണ്ട്. എറ്റിക്വിറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എറ്റിക്വിറ്റീസ് ആക്ച്വലി ദാറ്റ് മീൻസ് ടെലിഫോൺ മാനേഴ്സ്. കുറച്ച് മാനേഴ്സ് ഉണ്ട് നമ്മൾ ടെലിഫോൺ കോൺവെർസേഷൻസിൽ കീപ്പ് ചെയ്യേണ്ട മാനേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ലാൻഡ് ഫോണൊക്കെ മാറി മൊബൈൽ ഫോൺസായി എങ്കിൽ പോലും നമ്മൾ ടെലിഫോൺ മാനേഴ്സിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് എപ്പോഴും ഒരുപോലെ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വെൻ വി സ്പീക്ക് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദിസ് ചാപ്റ്റർ ടോക്സ് അബൌട്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെലിഫോൺ എറ്റിക്വിറ്റീസ് ദാറ്റ് യു ഹാവ് ടു ഫോളോ വൈൽ സ്പീക്കിംഗ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പം ഫോളോ ചെയ്യേണ്ട ടെലിഫോൺ കോൺവെർസേഷൻസിൻ്റെ കുറച്ച് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആ ഒരു രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒഫീഷ്യൽ കോൾസൊക്കെ നിങ്ങൾ മേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസസിലോട്ട് വിളിക്കുമ്പം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിലിരിക്കുന്ന ഒരാളോട് വിളിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, അതിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ടൈറ്റിൽ തന്നെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ സാധാരണ ചോദിക്കുന്നത് ഇന്ന ആളുണ്ടോ എന്ന് ചോദിക്കാറില്ലേ, അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഫോമായി ഈസ് ജോൺ ദെയർ പ്ലീസ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. സി, ചാപ്റ്റർ 63 ഈസ് ജോൺ ദെയർ പ്ലീസ്. എ ഫ്രണ്ട് ടെൽസ് മീ മൈ ടെലിഫോൺ നമ്പർ ഈസ് ഈസി ടു റിമെമ്പർ. ഇറ്റ് ഈസ് 1914. അതായത് ലാൻഡ് ഫോൺ നമ്പറാണെന്ന് വിചാരിക്കുക. അപ്പം ഒരു ഫ്രണ്ട് എന്നോട് പറയുകയാണ് എൻ്റെ ടെലിഫോൺ നമ്പർ ഈസിയാണ് ഓർത്തിരിക്കാൻ. എന്താണ്? 1914 ഇതാണ് എൻ്റെ നമ്പർ. ബട്ട് ദിസ് ഈസ് നോട്ട് ഹൗ വി യൂസ് ടു സേ ടെലിഫോൺ നമ്പേഴ്സ്. ദിസ് ഈസ് ദ ഫസ്റ്റ് മിസ്റ്റേക്ക്. നമ്മൾ എപ്പോഴും മേക്ക് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് നമ്മളിതെപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ടെലിഫോൺ ചാർജ് ചെയ്യാനായി, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് നിങ്ങളൊരു ഷോപ്പിൽ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ പറയുവാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇല്ലേ. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പറിനെ കുറിച്ച്, അതായത് നിങ്ങളുടെ ടെലിഫോൺ നമ്പർ, അത് മൊബൈൽ നമ്പർ ആകാം, ലാൻഡ് ലൈൻ നമ്പറാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പം എൻ്റെ നമ്പർ ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പം ഇതുപോലെ 1914, 18, 13, 20 അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെയാണെന്ന് നോക്കിയേ. ദിസ് ഈസ് നോട്ട് ദ വേ ഹൗ യു ഹാവ് ടു യൂസ് ടെലിഫോൺ, ഹൗ യു ഹാവ് ടു സേ ടെലിഫോൺ നമ്പേഴ്സ്. ദിസ് ഈസ് ഹൗ വി സേ നമ്പേഴ്സ് ഓഫ് ഇയേഴ്സ് വിച്ച് ആർ സെഡ് ഇൻ 2 halves. ആക്ച്വലി ഈ 1914 എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരു ടെലിഫോൺ നമ്പർ പറയുമ്പോഴല്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ വർഷങ്ങൾ പറയത്തില്ലേ. അതായത് ഇപ്പം 1814, അതായത് 1814 ആ ഒരു വർഷത്തെ നമ്മൾ 1814 എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ 2021 ഈ ഒരു വർഷത്തെ നമുക്ക് എങ്ങനെ പറയാം? 2021 എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ 2020 എന്ന് പറയാറുണ്ട്. 2020 എന്നൊക്കെ പറയുന്നതിലും പകരം 2020 എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇയേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്പേഴ്സ് ഈ രീതിയിൽ പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് അവർ തന്നിരിക്കുന്നത്. ഷേക്സ്പിയർ വാസ് ബോൺ ഇൻ 1564. 1564. അപ്പം അതൊരു വർഷമാണ് പറയുന്നത്. ഷേക്സ്പിയർ വാസ് ബോൺ ഇൻ 1564. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പം ഈ പറയുന്നത് പോലെ 15ഉം 20ഉം 13ഉം 11ഉം 12ഉം ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ടെലിഫോൺ നമ്പേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മുടെ ഡെയിലി യൂസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ടെലിഫോൺ നമ്പേഴ്സ് ആർ സെഡ് ഫിഗർ ബൈ ഫിഗർ. അതായത് ഓരോ നമ്പേഴ്സും അതായത് എടുത്ത് വേണം പറയാൻ. അല്ല, അതിങ്ങനെ കമ്പൈൻ ചെയ്തല്ല പറയേണ്ടത്. ഫിഗർ ബൈ ഫിഗറാണ് നമ്മൾ പറയേണ്ടത്. മൈ ഫ്രണ്ട് ഷുഡ് ഹാവ് സെഡ് മൈ ടെലിഫോൺ നമ്പർ ഈസ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചും പറഞ്ഞല്ലോ, മൈ ടെലിഫോൺ നമ്പർ ഈസ് ഈസി ടു റിമെമ്പർ, ഇറ്റ് ഈസ് 1914. അങ്ങനെ ആയിരിക്കരുത് പറയുന്നത്. ഒരു ഇയർ ആണെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ കറക്റ്റ് ഫോം എന്താണ്? മൈ ടെലിഫോൺ നമ്പർ ഈസ്
1914. സി അങ്ങനെ വേണം നമ്മൾ നമ്മുടെ നമ്പേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ 944 ആ രീതിയിൽ വേണം പറയാൻ. അല്ലാതെ 19 അല്ലെങ്കിൽ 9446 അങ്ങനെ ഒരിക്കലും പറയരുത്. സി മൈ ടെലിഫോൺ നമ്പർ ഈസ് 1914. സി അങ്ങനെ വേണമായിരുന്നു പറയാനായിട്ട്. അപ്പം ദ നമ്പർ 224433 സി കണ്ടല്ലോ, ഈസ് 224433 ഇൻ ഇംഗ്ലണ്ട്. സി ഇംഗ്ലണ്ടിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജും അമേരിക്കയിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്നും പറഞ്ഞ് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതായത് ആസ് ഇന്ത്യൻസ് വി ഫോളോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ബ്രിട്ടീഷ് പീപ്പിളാണ് നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിച്ചത് തന്നെ. അപ്പം നമ്മൾ അവരുടെ ഒരു റൂൾസ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്, അല്ലാതെ അമേരിക്കൻ ഇംഗ്ലീഷ് അല്ല. അപ്പം ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഇന്ത്യൻസ് ഫോളോ ചെയ്യുന്നത്, അത് ഓർത്തിരുന്നോണം. അപ്പം ഒരു നമ്പർ കണ്ടല്ലോ 224433, അത് ഇംഗ്ലണ്ടിലാണെങ്കിൽ അതെങ്ങനെ പറയാൻ പറ്റും? 224433. സി അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ അമേരിക്കയിലാണെങ്കിലോ 224433, അതായത് ഫിഗേഴ്സ് ആയിട്ട് മാത്രമേ, ഡബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഫിഗേഴ്സ് ആയിട്ട് മാത്രമേ അമേരിക്കയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ദ നമ്പർ 802669 ഈസ് 8026669 ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. സി അവിടെ സീറോയ്ക്ക് പകരം അവർ പറഞ്ഞിരിക്കുന്നത് ഒ എന്നാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒ എന്നുള്ളൊരു ലെറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 8026669. സി അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടനിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതുപോലെ ആകട്ടോ. അതുവേണ്ടി ഇനി പറയാം, നമ്മൾ ഏതാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ പറയേണ്ടത് എങ്ങനെയാണ്? 8026669 എന്ന് പറയുന്നതിന് പകരം 8026669. അപ്പോൾ ഒ എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കുന്നത് ആക്ച്വലി ഒരു നമ്പറിൻ്റെ ഇടയിൽ വരുമ്പോൾ ഓ എന്ന് പറയുന്നത് കാണിക്കുന്നത് 0യാണ്. അത് നമ്മൾ പഠിച്ചിരിക്കണം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ. പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? 802669 ഫിഗേഴ്സ് ആയിട്ട് തന്നെ, നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ ഫിഗേഴ്സ് ആയിട്ട് തന്നെ പറയും. പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ 0യ്ക്ക് പകരം ഒ എന്ന് യൂസ് ചെയ്യാറുണ്ട്. വെൻ എ നമ്പർ ഈസ് ഗിവൺ ഫിഗർ ബൈ ഫിഗർ, 0 ഈസ് പ്രൊനൗൺസ്ഡ് ഒ. അതായത് നമ്മൾ നമ്പർ ടെലിഫോൺ കോൺവെർസേഷനിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ. ടെലിഫോൺ കോൺവെർസേഷനിൽ എടുത്തെടുത്ത് ഫിഗർ ബൈ ഫിഗർ പറഞ്ഞാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊരു 0 കണ്ടാൽ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം? ഒ എന്ന് പറയണം. ഓക്കെ, ഒ എന്ന് അതായത് 8026669 അതാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വരുമ്പോൾ. പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ 802669. അപ്പം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഒ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. 0 ഈസ് മോർ അമേരിക്കൻ. 0 എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്, അല്ലാതെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലല്ല. അനദർ വേർഡ് മീനിങ് 0 ഈസ് നോട്ട്. അതായത് ചില സമയത്ത് 0 എന്നതിന് പകരം നോട്ട്, NOUGHT, നോട്ട് എന്നും പറയരുത്. അതായത് 301 എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? 301, 201, വാട്ട് ഈസ് യുവർ നമ്പർ? ഇറ്റ് ഈസ് 301 എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അനൗൺസ് ചെയ്യും ചെസ് നമ്പർ 301 ഓൺ സ്റ്റേജ് എന്ന് പറയാറില്ലേ? അത് നിങ്ങൾ കേട്ടിട്ട് കാണും. പലപ്പോഴും പലയിടത്തായിട്ട് കോമ്പറ്റീഷൻസ് ഒക്കെ പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നിങ്ങൾ കേട്ട് കാണും 301 അല്ലെങ്കിൽ 101 എന്ന് പറഞ്ഞില്ല. ആ സ്പെല്ലിംഗ് ആണ് NAUGHT. അങ്ങനെയും ഉപയോഗിക്കാം ഫിഗർ ബൈ ഫിഗർ പറയുമ്പം. അപ്പം 0യ്ക്ക് പകരം നമ്മൾ നോട്ട്, NAUGHT ഉപയോഗിക്കാവുന്നതാണ്. However, when we mean nothing, we use the word not. അതായത് നോട്ട് എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെയുണ്ട്. അതായത് ഒന്നുമില്ലായ്മ എന്ന് പറയുന്നൊരു അർത്ഥമുണ്ട്. അതിനാണ് 0യ്ക്ക് പകരം നോട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ അത് വേർഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. 0യ്ക്ക് പകരം മാത്രമല്ല, വേർഡായിട്ടും. അതിന് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് എവ്രിതിങ് കെയിം ടു നോട്ട്. സി അതായത് എല്ലാം അവസാനം ഒന്നും ഇല്ലാതെ ആയിപ്പോയി. എവ്രിതിങ് കെയിം ടു നോട്ട്. അതുപോലെ തന്നെ 100,000 ഈസ് 1 followed by 5 നോട്ട്സ്. നമ്പറായിട്ട് പറയുമ്പോൾ നോക്കി 100,000 എന്നുള്ളത് എങ്ങനെ എഴുതാം? 1 followed by, ഒന്ന് കഴിഞ്ഞ് 5 നോട്ട്സ്, അതായത് 5 പൂജ്യം ഇട്ടാൽ അത് 100,000 ആയിട്ട് മാറും. അപ്പം അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്പേഴ്സ്. ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അത് നമ്പേഴ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഫിഗർ ബൈ ഫിഗർ വേണം പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡബിൾ എന്നൊക്കെ ഡബിൾ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ്. അമേരിക്കൻ ഇംഗ്ലീഷിലൊന്നുമില്ല. ഫിഗർ ബൈ ഫിഗർ അല്ലെങ്കിൽ നമ്പർ ബൈ നമ്പർ മാത്രമേ പറയാൻ പറ്റുള്ളൂ.
പിന്നെ ഉള്ളത് സീറോയ്ക്ക് പകരം ഓ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. സീറോയ്ക്ക് പകരം ഓ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നോട്ടും യൂസ് ചെയ്യാം കേട്ടോ. നോട്ട് എന്നും യൂസ് ചെയ്യാം. പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ കൂടുതലായിട്ടും സീറോ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ആദ്യം തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. Now moving on, in the sentence, the score is 6 love. അതായത് ചില സിറ്റുവേഷൻസിൽ ദിസ് ഈസ് വെരി കോമിക്കൽ. അതായത് ചില കാര്യങ്ങളിൽ നമ്മൾ 6 ലവ് എന്ന് പറഞ്ഞാൽ 0 എന്നാണ് അർത്ഥം. 6 അപ്പോൾ ലവ് എന്ന് പറയാറുണ്ട്. ഇതും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് കാണും. സീറോയ്ക്ക് പകരം ലവ് എന്നും പറയാറുണ്ട് ചില സിറ്റുവേഷൻസിൽ. ഇറ്റ് കംസ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ്. ഇത് ആക്ച്വലി വന്നിരിക്കുന്നത് ഒരു ഫ്രഞ്ച് വേർഡായ LOEUF, ലഫ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഈ ലവ് എന്ന് പറയാം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ അങ്ങ് യൂസ് ചെയ്യാറില്ല, പക്ഷേ ചിലപ്പോൾ അങ്ങനെ ഉപയോഗിക്കാനും പറ്റും, തെറ്റൊന്നുമല്ല. അപ്പോൾ നമ്മളിപ്പം മൈ നമ്പർ ഈസ് 3love1 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 301. ഓക്കെ, 3love1. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോഫ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എഗ് എന്നാണ്. എഗ്ഗ് ഏത് ഷേപ്പിലായിരിക്കണം? സീറോയുടെ ഷേപ്പിലല്ലേ എഗ്ഗ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ലവ് എന്നുള്ള ടേം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പോൾ നമ്മൾ എങ്ങനെ നമ്പേഴ്സ് പ്രൊനൗൺസ് ചെയ്യണം എന്ന് പഠിച്ചു. ഇനി കുറച്ച് റൂൾസാണ് അല്ലെങ്കിൽ കുറച്ച് എറ്റിക്വിറ്റീസാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് നോംസാണ് എങ്ങനെ ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തണമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് നോംസ്. മൈ ടെലിഫോൺ റിങ്സ് ആൻഡ് ഐ ലിഫ്റ്റ് അപ്പ് ദ റിസീവർ. എൻ്റെ ടെലിഫോൺ അടിച്ചു, ഞാൻ റിസീവർ എടുത്തു. ആൻഡ് ഐ സെഡ് ഹലോ. നമ്മൾ ആദ്യം തന്നെ പറയുന്നത് അതാണല്ലോ, ഹലോ എന്നല്ലേ പറയുന്നത്. ഇൻ ടു ദ മൗത്ത് പീസ്. മൗത്ത് പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം വരുന്ന ആ ഒരു ഹോളില്ലേ, ടെലിഫോണിൻ്റെ അടിഭാഗം. ഇപ്പോൾ ലാൻഡ് ഫോൺ ആണെങ്കിൽ ചെവിയിലൊന്ന്, നമ്മുടെ ഒരു മൗത്ത് പോർഷനിൽ ഒരെണ്ണം. അപ്പോൾ ആ മൗത്ത് പോർഷനിൽ പറയുന്നതാണ് മൗത്ത് പീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ബെല്ലടിക്കുന്നു, നമ്മൾ അന്നേരം ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയും. അപ്പം ഇൻ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ദ പേഴ്സൺ ഹു ഈസ് ആൻസറിങ് ദ ടെലിഫോൺ സേസ് ഹലോ ആൻഡ് ദെൻ ഗീവ്സ് ദ നെയിം ഓഫ് ദ കമ്പനി ഓർ ഫേം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ സംസാരിക്കും. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായിരിക്കാം. അപ്പം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റുന്ന എന്താണ്, അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ ആ ബെല്ലടിച്ച് കഴിയുന്ന അവരെടുത്തിട്ട് ഹലോ എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഹലോ, ഇപ്പം നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ ഹലോ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മുട്ടം എന്ന് പറയാം. അല്ലെങ്കിൽ ഹലോ ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റൽ മുട്ടം എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഓഫീസിലോട്ട് ഒരാൾ വിളിക്കുകയാണെങ്കിൽ ഹലോ IHRD കോളേജ് മുട്ടം എന്ന് പറയാം നേരം തന്നെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരിടത്ത് ജോലി ചെയ്യുവാണ്. അപ്പോൾ ഫോൺ വരുന്നത് നിങ്ങളെടുത്തിട്ട് പറയും ഹലോ ഇന്ന സ്ഥാപനമാണ്. ഇപ്പോൾ സ്കൈവേ എയർലൈൻസ് ഹലോ സ്കൈവേ എയർലൈൻസ് എന്നങ്ങ് പറയും. അത്രയും പറയാറുണ്ട്. അപ്പം അതായത് എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്, ഹലോ ജോൺസൺ ആൻഡ് ബ്രദേഴ്സ്. അതൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അങ്ങോട്ട് വിളിക്കുവാണ്. അപ്പോൾ ഒരു ഫോൺ എടുക്കുന്നത് അവർ പറയും ഹലോ ജോൺസൺ ആൻഡ് ബ്രദേഴ്സ് എന്ന് പറയും. അതിനർത്ഥം എന്താണ്? നമ്മൾ വിളിച്ചത് കറക്റ്റാണെന്ന് നമ്മളവിടെ നിന്ന് പറയാനായിട്ട്. അറ്റ് ഹോം യു മിയർ. പക്ഷേ നമ്മളൊരു വീട്ടിലോട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഹലോ നമ്മുടെ വീട്ടുപേര് പറയുമോ? ഇല്ല, നമ്മൾ ജസ്റ്റ് ഹലോ എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ ചർച്ചസ്, അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ അവർ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഒരു നമ്പർ, ആ ഫേമിൻ്റെ ഒരു പേരും കൂടെ നമ്മുടെ അടുത്ത് പറയും. ദ കോളർ റെസ്പോൺസ് ആൻഡ് ആസ്ക് ഈസ് ദെയർ ജോൺ പ്ലീസ്. അതായത് നമുക്ക് ഒരാളെ കിട്ടണം. അപ്പോൾ നമ്മൾ വിളിക്കുകയാണ് ഹലോ. അപ്പോൾ അവിടുന്ന് ഒരു വീടാണെന്ന് വിചാരിക്കുക, ഹലോ എന്ന് മറുപടി പറയും. അപ്പോൾ നമ്മൾ ചോദിക്കും ഈസ് ദെയർ ജോൺ പ്ലീസ്, അതായത് ജോൺ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ബട്ട് ദിസ് ഈസ് എ ടിപ്പിക്കൽ എറർ ഇൻ ടെലിഫോൺ കോൺവെർസേഷൻ. നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഈസ് ജോൺ ദെയർ പ്ലീസ് എന്നാണ്, അല്ലാതെ ഈസ് ദെയർ ജോൺ പ്ലീസ് എന്നല്ല. പിന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഈസ് ജോൺ ദെയർ പ്ലീസ് എന്നാണ് ചോദിക്കേണ്ടത്. ഈസ് ജോൺ ദെയർ പ്ലീസ് അങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത് ആക്ച്വലി. പിന്നെ നോക്കി, സപ്പോസ് ദ കോളർ തിങ്സ് ഹീ ഈസ് സ്പീക്കിംഗ് ടു ജോൺ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഷുവർ, ഹി മേ സേ ഹലോ ഈസ് ദാറ്റ് ജോൺ. അതായത് നമ്മൾ ഒരിടത്തോട്ട് വിളിക്കുകയാണ്. വിളിച്ച് കഴിയുമ്പോൾ നമുക്ക് ജോൺ എന്നുള്ള ആളെയാണ് കിട്ടേണ്ടത്. അപ്പോൾ അപ്പുറത്തു നിന്ന് ഒരാൾ ഫോൺ എടുത്തു, ഹലോ എന്ന് വെച്ചു. ശബ്ദം കേട്ടപ്പോൾ നമുക്ക് തോന്നി ഇത് ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണെന്ന് തോന്നുന്നു, ജോൺ ആയിരിക്കാം. അപ്പോൾ നമുക്ക് സംശയമാണ്. അപ്പോൾ നമുക്ക് ഷുവർ ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കും?
ഹലോ ഈസ് ദാറ്റ് ജോൺ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതായത് ഇത് ജോൺ ആണോ എടുത്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അമേരിക്കൻസ് ഓഫൻ യൂസ് ദിസ് ഇൻ ദ പ്ലേസ് ഓഫ് ദാറ്റ്. സി, ഇവിടെയും ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ ഹലോ ഈസ് ദാറ്റ് ജോൺ എന്ന് ചോദിക്കുമ്പം അമേരിക്കൻസ് എങ്ങനെ ചോദിക്കും? ഹലോ ഈസ് ദിസ് ജോൺ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ദാറ്റ് വരുമ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ ദിസ് ആണ് വരുന്നത്. ഓക്കെ, നൗ സിൻസ് ജോൺ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ മൈ ഓഫീസ് ഐ ടെൽ ദ കോളർ. അതായത് ഇപ്പം വിളിച്ച് നമുക്ക് കിട്ടേണ്ട ആൾ ജോൺ ഇല്ല. ഇപ്പം ജോൺ ഇല്ലാത്തപ്പം നമ്മളോടാണ് ചോദിക്കുന്നതെന്ന് കരുതുക. അതായത് ഒരാൾ ഫോൺ പിടിച്ചു, അപ്പം നമ്മളെടുത്തിട്ട് ഹലോ ജോൺസൺ ആൻഡ് ബ്രദേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഹലോ ഈസ് ദറ്റ് ജോൺ അല്ലെങ്കിൽ ഈസ് ദിസ് ജോൺ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചോദിക്കും. അപ്പം ജോൺ ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ മറുപടി പറയാൻ പറയും? സോറി ഹീസ് ഔട്ട്, വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്. ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ അങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്, എന്തെങ്കിലും മെസ്സേജ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം കോളർ പറയാണ്, വിളിച്ചയാൾ പറയുവാണ് ഇറ്റ്സ് ജോൺ സിസ്റ്റർ, പ്ലീസ് ടെൽ ഹിം ഐ വിൽ അറൈവ് ബൈ ദ 5:30 ട്രെയിൻ. അപ്പം നമ്മൾ ജോൺ എന്ന് പറയുന്ന ആളുടെ സിസ്റ്ററാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ജോണിനെയാണ്. ജോണിനെ കിട്ടിയില്ല. അപ്പോൾ അവിടെ നിന്ന് അയാൾ നമ്മളോട് ചോദിക്കുകയാണ് സോറി ഹീസ് ഔട്ട്, ജോൺ ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുകയാണ്, വുഡ് യു ലൈക്ക് ടു, എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാനുണ്ടോ എന്ന് നമ്മളടുത്ത് ചോദിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ ആൻസർ പറയാൻ പറ്റും? ഇറ്റ്സ് ജോൺ സിസ്റ്റർ, സി ഞാൻ ജോണിൻ്റെ സിസ്റ്ററാണ്, പ്ലീസ് ടെൽ ഹിം ഐ വിൽ അറൈവ് ബൈ ദ 5:30 ട്രെയിൻ. അതായത് 5:30 ട്രെയിനോടുകൂടി ഞാൻ അറൈവ് ചെയ്യുമെന്നൊന്ന് പറഞ്ഞാൽ മതി. സം പീപ്പിൾ മേ സേ ദിസ് ഈസ് ജോൺ സിസ്റ്റർ. അതായത് നമ്മളിപ്പോൾ ഈ കണ്ടതുപോലെ ഇറ്റ്സ് ജോൺ സിസ്റ്റർ എന്ന് പറയുന്നതിന് പകരം ചിലർ ദിസ് ഈസ് ജോൺ സിസ്റ്റർ എന്ന് പറയാറുണ്ട്. ബട്ട് ദിസ് ഈസ് മോർ ഫോർമൽ, അത് ഓർത്താൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ബ്രദറിനെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇറ്റ്സ് ജോൺ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അതേസമയം ഒരു കമ്പനിയിലോട്ട് വിളിച്ചിട്ടുണ്ട് CEO അല്ലെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറൊക്കെയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് എങ്കിൽ ദിസ് ഈസ് ഇന്നയാളാണെന്ന് പറയാം. ദിസ് ഈസ് അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ബ്രദർ എന്ന് പറയാം. കാരണം അത് ഫോർമലാണല്ലോ. അപ്പോൾ അങ്ങനെയും ഉപയോഗിക്കാവുള്ളൂ. ഫോർമൽ ആണെങ്കിൽ ഇറ്റ്സിന് പകരം ദിസ് ഈസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി the reference to the 5:30 train reminds me of an appointment I have on hand. I ring my friend Tommy up. Please note that while in England people say ring somebody up, in America they call somebody up. ഇവിടെയാണ് അടുത്ത വ്യത്യാസം. അതായത് നമ്മൾ ഇവിടെ 2 യൂസേജാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുന്നതിന് പറയും റിങ് സംബഡി അപ്പ്. റിങ് സംബഡി അപ്പ് എന്നാണ് ഒരാളെ ഫോൺ വിളിക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് തന്നെ. പക്ഷേ അമേരിക്കയിൽ അത് എങ്ങനെ പറയും? കോൾ സംബഡി അപ്പ്. അതാണ് വ്യത്യാസം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അത് റിങ് സംബഡി അപ്പ് എന്ന് പറയും. അതായത് ഐ റിങ് മൈ ഫ്രണ്ട് ടോമി അപ്പ്, അല്ലെങ്കിൽ ഐ റിങ് മൈ ഫ്രണ്ട് അശ്വിൻ അപ്പ്, ഐ റിങ് മൈ ഫ്രണ്ട് ലിയോൺ അപ്പ് എന്നൊക്കെ പറയാം. പക്ഷേ അതേസമയം ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ കോൾ ലിയോൺ അപ്പ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഐ കോൾ മൈ ഫ്രണ്ട് ലിയോൺ അപ്പ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കോളാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ റിങ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അടുത്തൊരു ടെലിഫോൺ കോൺവെർസേഷനാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ഹലോ എ വോയിസ് റെസ്പോൺസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരാൾ റെസ്പോണ്ട് ചെയ്യുവാണ് ഹലോ എന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുവാണ് ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ ടോമി പ്ലീസ്. അതായത് ടോമിയോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമുക്ക് റെസ്പോൺസ് തരുവാണ് അവിടുന്ന്. പ്ലീസ് ഹോൾഡ്, ഐ വിൽ സീ ഇഫ് ഹീ ഈസ് ഇൻ. അപ്പം ടോമി അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ പറയണം ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ പ്ലീസ് നോട്ട് ദാറ്റ് വെൻ വി ടെൽ സംബഡി ടു വെയിറ്റ് വി സേ ഹോൾഡ് ഓൺ, അല്ലെങ്കിൽ ഹാങ് ഓൺ, അല്ലെങ്കിൽ വൺ മൊമെൻറ്റ് പ്ലീസ്, ആൻഡ് ഡു നോട്ട് സേ പ്ലീസ് ഹോൾഡ്. നമുക്ക് എപ്പോഴും പറ്റുന്നൊരു തെറ്റാണ് പ്ലീസ് ഹോൾഡ്, ലെറ്റ് മീ ചെക്ക് ഇഫ് ഹീ ഈസ് ഹിയർ ഓർ നോട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും പ്ലീസ് ഹോൾഡ് എന്ന് ഉപയോഗിക്കരുത്. നമുക്ക് എന്താ പറയേണ്ടത്? ജസ്റ്റ് ഹോൾഡ് ഓൺ, ഐ വിൽ ചെക്ക് വെദർ ടോമി ഈസ് ഹിയർ എന്ന് പറയാം. അല്ലെങ്കിൽ ഹാങ് ഓൺ, ഐ വിൽ ജസ്റ്റ് ചെക്ക് വെദർ ടോമി ഈസ് ഹിയർ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? വൺ മൊമെൻറ്റ് പ്ലീസ്, ലെറ്റ് മീ ചെക്ക് വെദർ ടോമി ഈസ് ഹിയർ ഓർ നോട്ട്. അങ്ങനെയൊക്കെ പറയാം. പക്ഷേ പ്ലീസ് ഹോൾഡ് എന്ന് പറയാതിരിക്കുക. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഹോൾഡ് ഓൺ, ഹാങ് ഓൺ എന്നൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത്. ആൻഡ് ഡു നോട്ട് സേ പ്ലീസ് ഹോൾഡ്. ദ പ്രോപ്പർ എക്സ്പ്രഷൻ ഈസ് ഹോൾഡ് ഓൺ. ഹോൾഡ് ഓൺ ആണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ, അല്ലാതെ പ്ലീസ് ഹോൾഡ് എന്നല്ല.
നമ്മൾ ഓർക്ക് ഇച്ചിരൂടെ മര്യാദപൂർവ്വം പൊളൈറ്റ് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് സേ ഹോൾഡ് ഓൺ. ഇനി 1 moment later I hear his voice again and he says ടോമി ഈസ് ഔട്ട്, ക്യാൻ ഐ ടേക്ക് എ മെസ്സേജ്. അപ്പം അയാൾ പോയി നോക്കിയിട്ട് വന്നിട്ട് പറയാണ് ടോമി ഇവിടെ ഇല്ല, ഹീസ് ഔട്ട്, ക്യാൻ ഐ ടേക്ക് എ മെസ്സേജ് വേണമെങ്കിൽ എടുക്കാം. നൗ ഇറ്റ് ഈസ്, അപ്പോൾ നമ്മുടെ ടേൺ ആണ് ആൻസർ പറയാനായിട്ട്. ഐ സേ വെൽ ഇൻ ദറ്റ് കേസ് ഐ വിൽ സ്പീക്ക് ടു ടോമീസ് യങ്ങർ ബ്രദർ ജോർജ്, ഇറ്റ്സ് ടോമീസ് ഫ്രണ്ട് മാത്യു. അപ്പോൾ ഞാൻ പറയാണ്, അപ്പോൾ നമ്മൾ പറയണം അപ്പോൾ ടോമി ഇല്ല എന്നുള്ള സ്ഥിതിക്ക് ഞാൻ ജോർജിനോട്, ടോമിയുടെ യങ്ങർ ബ്രദറായ ജോർജിനോട് സംസാരിച്ചാലും മതി, ഞാൻ ടോമിയുടെ ഫ്രണ്ടായ മാത്യു ആണ് എന്ന് നമ്മൾ പറയുകയാണ്. ഇപ്പം നൗ ദ പേഴ്സൺ അറ്റ് ദ അതർ എൻഡ് ഐഡൻറ്റിഫൈസ് ഹിംസെൽഫ്. ഇപ്പം നമ്മളെ തൊട്ടപ്പുറത്തുള്ള അയാൾ ആരാണെന്ന് വെളിപ്പെടുത്തുവാണ്. എങ്ങനെ പറയും? ഐ ആം ടോമീസ് ബ്രദർ ജോർജ്. അപ്പം നമ്മളിവിടെ പറയുവാണ്, അപ്പം ടോമി ഇല്ലാത്ത സ്ഥിതിക്ക് എന്നാൽ ഞാൻ ടോമിയുടെ ബ്രദറിനോട് സംസാരിച്ചാലും മതി, ഞാൻ ടോമിയുടെ ഫ്രണ്ട് മാത്യു ആണെന്ന് പറയണം. അപ്പോൾ അപ്പുറമുള്ള ആൾ പറയും ഞാനാണ് ടോമിയുടെ ഫ്രണ്ട് ബ്രദർ ജോർജ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തേത് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ, ബിറ്റ് ഓക്വേർഡ് മീൻസ് സംതിങ് അൺയൂഷ്വൽ, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. വെൻ യു ആർ ദ പേഴ്സൺ ദ കോളർ ആസ്ക് ഫോർ, സേ ജസ്റ്റ് സ്പീക്കിംഗ്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഇന്നയാൾ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ബ്രദറാണെന്ന് വിചാരിക്കും, നിങ്ങളുടെ ബ്രദറിൻ്റെ പേര് അലൻ എന്നാണെന്ന് കരുതുക. അപ്പം ഒരാൾ ചോദിക്കുകയാണ് അലൻ, ഈസ് അലൻ ദെയർ, ഐ വോണ്ട് ടു ടോക്ക് ടു ഹിം എന്ന് പറയാണ്. അപ്പം നിങ്ങൾ പറയാണ് അലൻ ഈസ് നോട്ട് ഹിയർ, ക്യാൻ ഐ ടേക്ക് എ മെസ്സേജ്. അപ്പം ഞാൻ എന്തെങ്കിലും മെസ്സേജ് പറയണോ? അല്ലാതെ ആവശ്യമില്ല നമ്മൾ ആരാണെന്ന് ചോദിക്കാതെ പറയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അന്നേരം അയാൾ പറയാണ് ഓക്കെ ദെൻ ഇഫ് അലൻ ഈസ് നോട്ട് ദെയർ ആൻഡ് ഐ വിൽ ടോക്ക് ടു അലൻസ് ബ്രദർ ആൽവിൻ എന്ന് പറയണം. അപ്പം അലൻ ഇല്ലെങ്കിൽ ഞാൻ അലൻ്റെ ബ്രദർ ആൽവിനോട് സംസാരിക്കാം എന്ന് പറയുവാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഐ എം ആൽവിൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് സേ സ്പീക്കിംഗ്. അപ്പം അതിനർത്ഥം എന്താണ്? ആൽവിനാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് സേ സ്പീക്കിംഗ്, അത്രയും പറഞ്ഞാൽ മതി. അല്ലാതെ നമ്മുടെ ഡീറ്റെയിൽസോ നമ്മുടെ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഐ എം സ്പീക്കിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി അടുത്തത് ഹൗ ടു കൺക്ലൂഡ് എ സെഷൻ. ഡു നോട്ട് കൺക്ലൂഡ് എ ടെലിഫോണിക് കോൺവെർസേഷൻ വിത്ത് ആൻ അബ്രപ്റ്റ് ബൈ ഓർ ഗുഡ് ബൈ. അതായത് എടുത്തടിച്ച പോലെ ബൈ, ഗുഡ് ബൈ എന്നൊന്നും പറഞ്ഞ് ഫോൺ വെക്കരുത് ഒരിക്കലും ടെലിഫോൺ കോൺവെർസേഷൻ. അതായത് നമ്മൾ ഫോൺ വെക്കുന്നതിന് മുൻപ്, ബിഫോർ യു പുട്ട് ദ ഫോൺ ഡൗൺ, എക്സ്ക്യൂസ് യുവർ സെൽഫ് ഫോർ കൺക്ലൂഡിങ്. ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കാൻ പോകുവാണ് എന്നുള്ള ഒരു എക്സ്ക്യൂസ്, ഞാനിത് അവസാനിപ്പിക്കാൻ പോവുകയാണേ എന്നുള്ള ആ ഒരു ഫീൽ കൊണ്ടുവരണം. എങ്ങനെയാണെന്ന് നോക്കിയേ, വെൽ ഇറ്റ്സ് ടൈം ഐ ഗോട്ട് ബാക്ക് ടു വർക്ക്, ഓക്കെ സീ യു സൂൺ. അല്ലാതെ ബൈ, ഗുഡ് ബൈ എന്നൊക്കെ പറയുന്നതിൽ നല്ലത് എന്താണ്? ഇറ്റ്സ് ഓൾറെഡി 11:30, ഐ ഹാവ് ടു ഡൂ സം വർക്ക്, ഓക്കെ സീ യു സൂൺ എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ എടുത്ത സാധാരണ പറയുന്ന പോലെ ബൈ, ഗുഡ് ബൈ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഓക്കെ സീ യു സൂൺ, ബൈ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ റീസൺ പറയുക, ഐ ഹാവ് സം അർജൻറ്റ് വർക്ക്സ് ടു ഡു, വിൽ ക്യാച്ച് ബാക്ക് വിത്ത് യു ലേറ്റർ, സീ യു സൂൺ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവരെങ്ങനെ പറയും? ഓക്കെ സീ യു സൂൺ, ബൈ എന്ന് പറയും. അല്ലാതെ എടുത്തടിച്ച പോലെ ബൈ, ഗുഡ് ബൈ എന്നൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയാണ് മേജറായിട്ടുള്ള ടെലിഫോൺ. ഇത് നമ്മൾ ലാൻഡ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട കുറച്ച് റൂൾസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളൊന്നുകൂടെ നോക്കുമ്പം ജസ്റ്റ് ഒന്നുകൂടെ റൗണ്ട് അപ്പ് ചെയ്ത് ഒന്നുകൂടെ നോക്കാം. ടെലിഫോൺ നമ്പേഴ്സ് ഫിഗർ ബൈ ഫിഗർ പറയണം എന്നുള്ളത് മസ്റ്റാണ്, അല്ലാതെ ഒരുമിച്ച് പറയരുത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഡബിൾ എന്നൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ 2, 2, 4, 4, 6, 6 എടുത്തെടുത്ത് ഫിഗർ ബൈ ഫിഗറേ പറയാവുള്ളൂ. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ 0ക്ക് ഓ എന്ന് പറയാറുണ്ട്, 0ക്ക് നോട്ട് എന്ന് പറയാറുണ്ട്, 0ക്ക് ലവ് എന്നും പറയാറുണ്ട്. അതെല്ലാം ഓർത്തിരിക്കുക. പിന്നെയുള്ളത് ഇറ്റ് ഈസ് കണ്ടോ, അത് രണ്ടാമത്തെ അതാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ എന്ന് പറയുന്നതാണ് 0 എന്ന് നമ്മൾ കൂടുതൽ പറയുന്നത് അമേരിക്കനിലാണ്. ബ്രിട്ടീഷിൽ ഓ എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ നോട്ട് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഒക്കെയാണ്, നിങ്ങളൊരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ എടുക്കുന്നതേ ഹലോ, കമ്പനിയുടെ പേര് പറയുക, അത് മറക്കരുത്. വീട്ടിലാണെങ്കിലോ യു ജസ്റ്റ് സേ ഹലോ. ഇനി അടുത്തത് ഈസ് ദെയർ ജോൺ പ്ലീസ് എന്ന് ചോദിക്കുന്നതിലും നല്ലത് എന്താണ്? ഈസ് പേരാദ്യം പറയുക. ഈസ് ജോൺ ദെയർ പ്ലീസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആക്യുറേറ്റ് ഫോം. അതായത് പേരിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ഇഫ് ദ കോളർ തിങ്സ് ഈസ് സ്പീക്കിംഗ് ടു ജോൺ ബട്ട് ഇറ്റ് ഷുവർ അല്ല എന്നുണ്ടെങ്കിൽ ഹലോ ഈസ് ദാറ്റ് ജോൺ എന്ന് നമുക്ക് ചോദിക്കാം. അത് അമേരിക്കൻസ് ആണെങ്കിൽ ഈസ് ദിസ് ജോൺ എന്ന് ഉപയോഗിക്കും. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷുകാരെങ്ങനെ യൂസ് ചെയ്യും? ഈസ് ദാറ്റ് ജോൺ എന്ന്. ഓക്കെ,
ഇനി അടുത്തത് വെൻ ജോൺ ഈസ് നോട്ട് ഇൻ ദ ഓഫീസ് എങ്ങനെ പറയും? സോറി ഈസ് ഔട്ട്, കെൻ യു മെസ്സേജ് കൊടുക്കണോ എന്നുള്ളത് മസ്റ്റായിട്ടും കൺവേ ചെയ്യേണ്ട കാര്യമാണ്. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ് ഓർ ക്യാൻ ഐ ടേക്ക് എ മെസ്സേജ് ഡൗൺ എന്നൊക്കെ ചോദിക്കാം. അപ്പം ഇംഗ്ലണ്ടിൽ പീപ്പിൾ പറയുന്നത് റിങ് സംബഡി അപ്പ് എന്നാണ്. അമേരിക്കയിൽ എങ്ങനെയാണ് പറയുന്നത്? കോൾ സംബഡി അപ്പ് എന്ന്. അതൊരു ഡിഫറൻസ് ആണ്. പിന്നെ ഉള്ളത് ഹോൾഡ് ഓൺ, അതായത് പ്ലീസ് ഹോൾഡ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഹാങ് ഓൺ, അല്ലെങ്കിൽ എന്താണ് വൺ മൊമെൻറ്റ് പ്ലീസ് എന്നൊക്കെ പറയാം. അല്ലാതെ പ്ലീസ് ഹോൾഡ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇനി വെൻ യു ആർ ദ പേഴ്സൺ ദ കോളർ ആസ്ക് ഫോർ, യു ജസ്റ്റ് സേ സ്പീക്കിംഗ്. അതായത് നമ്മളോട് സംസാരിക്കാനായിട്ട് എടുക്കണമെങ്കിൽ ഫോർമലായിട്ടുള്ളൊരു ടോക്കാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് സേ സ്പീക്കിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഐ ആം ആലൻസ് ബ്രദർ ആൽവിൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. യു ജസ്റ്റ് സേ സ്പീക്കിംഗ്, അത്രയും പറഞ്ഞാൽ മതി. ഇനി ആൻഡ് ഡു നോട്ട് കൺക്ലൂഡ് എ ടെലിഫോണിക് കോൺവെർസേഷൻ വിത്ത് ആൻ അബ്രപ്റ്റ് ബൈ ഓർ ഗുഡ് ബൈ. അത് നിങ്ങൾക്കറിയാലോ, നമ്മൾ പെട്ടെന്ന് എടുത്തിയാടി ബൈ ഗുഡ് ബൈ എന്നൊക്കെ പറയാതെ ഒരു ജെനുവിൻ ആയിട്ടുള്ള റീസൺ ഒക്കെ പറഞ്ഞ് സി യു സൂൺ എന്നൊക്കെ പറഞ്ഞ് വേണം ഇതൊരു എൻഡ് ചെയ്യാനായിട്ട്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. വെരി ഈസി ചാപ്റ്റർ, പക്ഷേ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. കാരണം എക്സാമിന് ടെലിഫോൺ കോൺവെർസേഷൻ എഴുതാനായിട്ട് ഇറ്റ് ഈസ് എ ഷുവർ ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടെലിഫോൺ കോൺവെർസേഷൻ. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വെച്ചിരുന്നാൽ, കുറച്ച് ഇത് പഠിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ വെരി ഷുവർ ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചിരിക്കാം. നമുക്ക് ഇതിൻ്റെ എക്സസൈസേഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ഡൗൺ ദ ഫോളോവിങ് ടെലിഫോൺ നമ്പേഴ്സ് ഇൻ വേർഡ്സ്. നമ്മൾ പറയുന്ന പോലെ എഴുതി വെക്കാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ പറ്റും? 9, നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം 94473999729. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്പർ എഴുതേണ്ടത്. ഇനി അടുത്തത്, രാജു ഈസ് കോളിംഗ് രവി. അതായത് അവർ തമ്മിലുള്ളൊരു നമുക്കിഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ചൊരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 10 കോൺവെർസേഷൻസ് എങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. 10 എന്ന് പറഞ്ഞാൽ രാജുവിന് തന്നെ, രവിക്ക് തന്നെയല്ല. രാജു പറയുന്നു, അതായത് ഇപ്പം ഈസ് ദാറ്റ് രവി, ഹലോ ഈസ് ദിസ് രവി, അല്ലെങ്കിൽ ഈസ് ദാറ്റ് രവി, യെസ് ആർ യു മിസ്റ്റർ രാജു എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാം, എന്തെങ്കിലും അർജൻറ്റ് മാറ്റർ ഉണ്ടോ, അല്ലെങ്കിൽ വർക്ക് ഉണ്ടോ, അപ്പോൾ സോറി, അങ്ങനെ നിങ്ങളൊരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അങ്ങനെ ഒരു 10 കോൺവെർസേഷൻസ് എങ്കിലും ഉണ്ടാക്കാനായിട്ട് പഠിക്കണം. പിന്നെയുള്ളത് നെക്സ്റ്റ് ഈസ് യു ആർ ഹാരി, ജോൺസൺ കോൾസ് യു ആൻഡ് ആസ്ക്സ് യു, ഈസ് ഹാരി ദെയർ പ്ലീസ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? അതായത് നിങ്ങൾ ഹാരിയാണ്, ജോൺസൺ എന്നുള്ള ആൾ നിങ്ങളെ വിളിക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ് ഈസ് ഹാരി ദെയർ പ്ലീസ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ പറയാൻ പറ്റും? റെസ്പോൺസ് പറയേണ്ടത് എന്താണ്? നമ്മൾ ഹാരി തന്നെയാണ് ഫോൺ എടുത്തത്. അപ്പോൾ എങ്ങനെ പറയണം? സ്പീക്കിംഗ്, അല്ലാതെ യെസ് ഐ എം ഹാരി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എന്താണ് പറയേണ്ടത്? യു ജസ്റ്റ് സേ സ്പീക്കിംഗ്. ഓക്കെ, അടുത്ത നോക്കിയേ, യു റിസീവ് എ ഫോൺ കോൾ, ദ കോളർ വാണ്ട്സ് ടു സ്പീക്ക് ടു സമ്മൺ സ്പെസിഫിക് ഹൂ ഈസ് നോട്ട് അവൈലബിൾ, വാട്ട് വുഡ് യു ടെൽ ദ കോളർ. അതായത് നിങ്ങൾ ഒരു ഫോൺ വരുന്നു, നിങ്ങളത് എടുക്കുവാണ്. അപ്പോൾ കോളറിന് ഇന്ന ഒരാളെ കറക്റ്റായിട്ട് കിട്ടണം. അപ്പം അയാൾ പക്ഷേ അവൈലബിൾ അല്ല. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സോറി ഹീ ഈസ് നോട്ട് ഹിയർ, ക്യാൻ ഐ ടേക്ക് എ മെസ്സേജ്, അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്, അങ്ങനെ എന്തെങ്കിലും ചോദിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് സേവ്. ഇനി ഹൗ ഡു യു കൺക്ലൂഡ് എ ടെലിഫോണിക് കോൺവെർസേഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സീ യു സൂൺ, അബ്രപ്റ്റ് ആയിട്ട് ഗുഡ് ബൈ എന്നൊന്നും പറയാതെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? യു ഹാവ് ടു യൂസ് സീ യു സൂൺ, ബൈ, ഓക്കെ, സീ യു, അങ്ങനെയുള്ള ടേംസൊക്കെ യൂസ് ചെയ്യാം. സോ ദിസ് വാസ് എ വെരി ഈസി ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഹാഫ് ആൻ അവറാണ് നമ്മളുടെ വീഡിയോ ഉള്ളത്. അത് കഴിഞ്ഞൊരു ഹാഫ് ആൻ അവർ കൂടി ഉണ്ട് നിങ്ങൾക്ക്. സോ യു ഹാവ് ടു read the textbook and write the answers in the exercise in your notebook. Exercise answers മസ്റ്റായിട്ടും നോട്ട്ബുക്കിൽ എഴുതുക. ടെക്സ്റ്റ് ബുക്ക് മസ്റ്റായിട്ടും വായിക്കുക. ഇന്നലെ വായിക്കാൻ പറ്റാത്തവർ ഇന്നലത്തെ പോർഷൻ്റെയും ഇന്നത്തെ പോർഷൻ്റെയും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, സോ എനിവേ വിൽ മീറ്റ് അഗെയിൻ ടുമോറോ. താങ്ക് യു.